നമസ്കാരം. പട്ടിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് UN. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തു. ഗസയിൽ പട്ടിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമെന്ന് UN മനുഷ്യാവകാശ ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം, താമസം, ചികിത്സ എന്നിവ തടയുന്ന അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ജനുവരി 19 ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 58 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും പ്രസ്താവനയിൽ അറിയിച്ചു. ഒരാഴ്ചയായി ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച സമ്പൂർണ്ണ ഉപരോധം ഗസയിലെ മുഴുവൻ ജനതയെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതായി വിവിധ UN ഏജൻസികളും ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ ഉപരോധം മറികടന്ന് ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കാൻ തന്നെ അറബ് ലോകം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഗസയിലെ ഗുജായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിലും ഇസ്രായേൽ അതിക്രമം തുടർന്നു. നബുലസിലെ അൽ നാസർ പള്ളിക്ക് നേരെയും ആക്രമണമുണ്ടായി. അറബ് രാജ്യങ്ങൾ രൂപപ്പെടുത്തിയ ഗസ പുനർനിർമ്മാണ പദ്ധതിക്ക് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. ചൈന, റഷ്യ എന്നിവയ്ക്ക് പുറമെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പദ്ധതിയോടെ അനുകൂല നിലപാട് അറിയിച്ചു. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കാനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളെ ഉടൻ കൈമാറണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഹമാസും രംഗത്തെത്തി. ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച് US നേതൃത്വവുമായി ചർച്ച തുടരണമെന്നും അറബ് ലീഗ് അറിയിച്ചിട്ടുണ്ട്. ഉപരോധത്തിൽ അമർന്ന ഗസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ്. ഹമാസുമായി നേരിട്ട് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയായി വിലയിരുത്തുന്ന ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിൽ ഇസ്രായേൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ എതിർപ്പ് വ്യക്തമാക്കിയതിനെ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ പ്രതികരണവും. ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ജീവിതം ഏറെ ദുരിതപൂർണ്ണമാണെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ബന്ദികളെ ഉടൻ വെട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നും ഗസ നരകമാക്കുമെന്നുമുള്ള US ട്രംപിന്റെ അന്ത്യശാസനം ഹമാസ് തള്ളിയിരിക്കുകയാണ്. സ്ഥിരമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലാത്തതിനാൽ തന്നെ ബന്ദിമോചനം സാധ്യമാകില്ല എന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് ഖനൂവ പറഞ്ഞു. ഹമാസ് വഴങ്ങില്ലെങ്കിലും ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഗസ വിടാനുള്ള അവസരമാണെന്നും ട്രംപ് താക്കീത് നൽകുകയും ചെയ്തു. അധിനിവേശത്തിനെതിരായ പ്രതിരോധം എന്തു വില കൊടുത്തും തുടരുമെന്നും ഹമാസും വ്യക്തമാക്കി. ഗസയിലേക്ക് സഹായം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടി സംഘർഷ സാഹചര്യം വഷളാക്കുമെന്നും ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഭക്ഷണമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ ക്ഷാമം ഗസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. UN ഏജൻസികൾ വ്യക്തമാക്കിയ വാക്കുകളാണ് ഇവ.